വർഗവഞ്ചകരെന്ന് പറഞ്ഞ് പുറത്താക്കിയ ആൾക്കാരെ തിരിച്ചു വിളിക്കുന്നു. CPM-ന് ഇതെന്താണ് പറ്റിയതെന്നുള്ളതാണ് ചോദ്യം വരുന്നത്. MP ജയരാജൻ തന്നെ നേരിട്ട് ഇറങ്ങുന്നു. പക്ഷേ MP ഗോവിന്ദൻ അത് തിരിച്ചു പറയുന്നു, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി പക്ഷെ അതിനുള്ള ഒരു നീക്കം നടക്കുന്നത് പോലെയല്ലേ അത് സൂചിപ്പിക്കുന്നത്? അല്ല, ആ നീക്കം അത്ര എളുപ്പമല്ല. അത് വളരെ സിമ്പിളാണ്. കാരണം UDF-ന്റെ പിന്തുണയോടെ ജയിച്ച 3 പേരാണ് ഈ പറയുന്ന ആളുകൾ. TK ഗോവിന്ദനും E കുഞ്ഞികൃഷ്ണനും G സുധാകരനും. ഒരു രാത്രി കൊണ്ട് അവര് CPM-ലേക്ക് തിരിച്ചു പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, അതത്ര എളുപ്പമല്ല. അത് മാത്രമല്ല, ഇതിൽ പറഞ്ഞിരിക്കുന്നത് തെറ്റ് അങ്ങനെ പോണമെങ്കിൽ ആരുടെ തെറ്റാണ് തിരുത്തേണ്ടത് എന്നതാണ് ചോദ്യം. കുഞ്ഞികൃഷ്ണൻ തന്നെ ചോദിച്ചു, ആര് തെറ്റ് തിരുത്തണം? പാർട്ടിക്ക് എന്തായാലും തെറ്റില്ലെന്നുണ്ടോ? അവിടെയാണ് പ്രശ്നം. പാർട്ടി ഒരിക്കലും തെറ്റുപറ്റാത്തതാണെന്നും പാർട്ടിക്കെതിരായി നിൽക്കുന്നവരൊക്കെ വർഗവഞ്ചകരാണെന്നും അവരെ തെറ്റിദ്ധരുത്തി വരണമെന്നും പറയുന്നത്. ഇപ്പൊ ഇന്നലെ MP ജയരാജന്റെ പത്രസമ്മേളനം കേൾക്കുമ്പോൾ രസമുണ്ട്. അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങളാണ്. 1 PM ശ്രീ, 2 വിഴിഞ്ഞം, 3 രത്തൻ കേൽക്കർ നിയമിച്ചത്. ഇത് 3ഉം കണ്ടിട്ടും നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ തോന്നുന്നുണ്ടല്ലോ. അപ്പോ PM ശ്രീ ഒപ്പിട്ടപ്പോ ജയരാജന് കുഴപ്പമില്ല, വിഴിഞ്ഞം 10 കൊല്ലം പാർട്ട്ണറായിരുന്നപ്പോ കുഴപ്പമില്ല, രത്തൻ കേൽക്കറെ ഇലക്ഷൻ കമ്മീഷനായിട്ട് നോമിനേറ്റ് ചെയ്തപ്പോ കുഴപ്പമില്ല. കേരളം കൊടുത്ത ലിസ്റ്റിൽപ്പെട്ട ആളാണ്, അതിനൊരാളാണ് അവരെടുത്തു, ആ ആളെ തന്നെ ഇയാളെടുത്തു. അയാൾ ഇവിടുത്തെ IAS കേഡറാണ്. ഞാൻ പറഞ്ഞത് ഈ 3 കാര്യം നടന്നപ്പോഴും കുഴപ്പമില്ലാത്ത പാർട്ടി ഇതൊന്നും തെറ്റ് ചെയ്തിട്ടില്ല. PM ശ്രീ പാർട്ടി ഒപ്പിട്ടപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല, വെള്ളാപ്പള്ളി നടേശനെ പിന്താങ്ങിയപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല, ശബരിമല മോഷണം നടത്തിയപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല. ഇതൊന്നും പാർട്ടി തെറ്റ് ചെയ്തിട്ടില്ല, പാർട്ടിക്ക് തെറ്റില്ല. നിങ്ങൾ തെറ്റിദ്ധരുത്തി വരണം എന്നാണ്. അപ്പോൾ എന്ത് അടിസ്ഥാനം? അതാണ് കുഞ്ഞികൃഷ്ണൻ ചോദിച്ചത്, എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? ഇനി പാർട്ടി ഒന്നും തിരുത്തണ്ട എന്നാണ് തീരുമാനമെങ്കിൽ പാർട്ടി തിരുത്തണ്ട. പാർട്ടി തിരുത്തുന്നില്ല എന്നാണല്ലോ ഗോവിന്ദനും പിണറായി വിജയനും പറഞ്ഞു. താഴെ ആർക്കൊക്കെയോ ചെറിയ തെറ്റൊക്കെ പറ്റിയിട്ടുണ്ടാവും, പക്ഷെ ഞങ്ങൾക്കൊരു തെറ്റും പറ്റിയിട്ടില്ല. പിണറായി വിജയൻ മാറണമെന്നോ ഗോവിന്ദൻ മാറണമെന്നോ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അതാണ് പിണറായി വിജയൻ പറഞ്ഞതും ഗോവിന്ദൻ പറഞ്ഞതും. മാത്രമല്ല, പിണറായി വിജയൻ വേറെ ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് വിട്ടുപോയാൽ പോയി, പോയാ പോയി, പിന്നെ അവനില്ല, അവന്റെ കഥയില്ല, ചിത്രത്തിലില്ല. ഇതൊരു കഥ ഗൗരിയമ്മയുടെയും മറ്റേ MV രാഘവന്റെയും ഒക്കെ കഥ പറഞ്ഞു. എന്നിട്ടും പാർട്ടിക്ക് വല്ലതും പറ്റിയോ? പക്ഷെ 2-3 പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഒന്ന്, പാർട്ടി തിരുത്തുന്നില്ലെങ്കിൽ, പാർട്ടി തിരുത്തത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞാൽ പാർട്ടി തിരുത്തണമെങ്കിൽ എവിടെ നിന്നൊക്കെ തിരുത്തി തുടങ്ങണം എന്നുള്ള ചോദ്യം. ഇപ്പോ MA ബേബി പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന പൊസിഷനാണല്ലോ. MA ബേബി നല്ല അറിവുള്ള ആളാണ്, മറ്റേ ഫിഡൽ കാസ്ട്രോ ആയിട്ടൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. ലോക വിപ്ലവത്തെ കുറിച്ച് നല്ല ധാരണയുണ്ട്, നല്ല വായനയുണ്ട്, ഒക്കെയുള്ള ആളാണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞല്ലോ EMS അനുസ്മരണത്തിൽ, ഞാനാണെങ്കിൽ അങ്ങനെ ഒരു ഭാഗം വന്നാൽ ഞാനത് വേണ്ടെന്ന് പറയും. സ്വന്തം ബന്ധുക്കളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് MLA ശ്യാമളയുടെ കാര്യം ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോ തളിപ്പറമ്പിൽ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നത് പാർട്ടിക്ക് തെറ്റുപറ്റി എന്ന് ഏതാണ്ട് ഔദ്യോഗികമായി സമ്മതിക്കുന്ന തരത്തിലാണ് ജയരാജൻ പറഞ്ഞത്. അതുപോലെ ഫണ്ട് തട്ടിപ്പ്, രക്തസാക്ഷി ഫണ്ടിന്റെ തട്ടിപ്പ് അത് പാർട്ടിക്ക് പറ്റിയൊരു തെറ്റാണെന്നും മധുസൂദനെ സംരക്ഷിച്ച് ശരിയായില്ല എന്നും കണ്ണൂർ ജില്ലാ കമ്മിറ്റി വളരെ ശക്തമായി കണ്ണൂർ ജില്ലയിൽ പ്രവർത്തകർ പറഞ്ഞു. പറയാൻ മാത്രമല്ല, അവർ പോയി വോട്ടും ചെയ്തു. ഇത് രണ്ടും പറയല്ല ചെയ്ത്. പാർട്ടി എന്തായാലും പാർട്ടിക്കാരെ വോട്ട് ചെയ്തില്ലെങ്കിൽ ജയിക്കില്ല. അതാണ് ഇന്നലെ TK ഗോവിന്ദൻ ചോദിച്ചത്. പാർട്ടി മാത്രമുള്ള പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് എങ്ങനെ ലീഡ് കിട്ടിയത്? ആന്തൂര് വേറൊരു മെമ്പറില്ല. ആന്തൂര് പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റിയിൽ എങ്ങനെയാണ് TK ഗോവിന്ദൻ ലീഡ് ചെയ്യുന്നത്? അതും ശ്യാമളയുടെ പഞ്ചായത്ത്, TK ഗോവിന്ദന്റെ പഞ്ചായത്ത്, MP ഗോവിന്ദന്റെ പഞ്ചായത്ത്. അപ്പോ എന്നിട്ടും ഇവർക്ക് തെറ്റ് പറ്റിയിട്ടില്ല, പാർട്ടിക്ക് ഒരു തെറ്റ് പറ്റിയിട്ടില്ല, ഈ വോട്ട് ചെയ്തവർക്ക് തെറ്റിയെ എന്നാണ് പറയുന്നതെങ്കിൽ അത് എങ്ങനെയാണ് തെറ്റിദ്ധരുത്തിലാവുക? ഈ ജനങ്ങളെല്ലാം ഇപ്പോഴും ഓരോ ദിവസവും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് തെറ്റുന്നത്. കാരണം ഓരോ ദിവസം പലരും നേരത്തെയുള്ള പോലെയല്ല CPM-നെ വിമർശിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പിണറായി MP ഗോവിന്ദനും പ്രവർത്തനങ്ങളാണ് തോൽവിക്ക് കാരണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി, വിമർശനങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. അപ്പോൾ അതിനനുസരിച്ച് മാറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, അല്ലെങ്കിൽ നേരെ മാറ്റും എന്നുള്ളത്. പക്ഷെ അതൊന്നും കാണുന്നില്ല, വീണ്ടും ഇവരെ തന്നെ തുടരാൻ പോകുന്നു എന്നൊക്കെയാണല്ലോ ഇപ്പോഴും. അല്ല, അതാണ് പറഞ്ഞേ, പിണറായി വിജയനും MV ഗോവിന്ദനും ആ സ്ഥാനത്തിരുന്നു കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ പാർട്ടി ഒരു തിരുത്തലിന് തയ്യാറല്ല എന്നതിന്റെ സന്ദേശം തന്നെയാണത്. ഇവർ രണ്ടുപേരും ഇരുത്തിക്കൊണ്ട് എന്ത് തിരുത്തലാ പറ്റുക? MV ഗോവിന്ദൻ സ്വന്തം ഭാര്യയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ച് അതിനെതിരെ പാർട്ടിയിൽ നിന്ന് വിമർശനം വന്ന് പാർട്ടിക്കാർ മുഴുവൻ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ്
ഈ കെ രാഗേഷ് പറഞ്ഞു ബഹുജനം പൊതുജനം എന്നൊക്കെ പറഞ്ഞെങ്കിലും നാട്ടുകാർക്ക് അത് മനസ്സിലായില്ല. നാട്ടുകാർ ജനം എന്നെടുത്തുള്ളൂ. ജനങ്ങളോട് പറയണ്ട എന്ന് പറഞ്ഞു. ജനങ്ങളോട് പറയണമെങ്കിൽ ജനങ്ങൾ ഒട്ടും വേണ്ട, ഞങ്ങൾ കൊടുത്ത ഫണ്ട് ഞങ്ങൾക്ക് വേണ്ടെങ്കിൽ, ഞങ്ങൾ അതിന് കണക്ക് ഞങ്ങളെ ബോധ്യപ്പെടുത്തില്ലെങ്കിൽ ഞങ്ങൾ വോട്ട് നിങ്ങൾക്ക് വേണ്ട. അത്ര സിമ്പിളാണ് ജനം. അപ്പൊ അത് ഇതിനൊക്കെ ന്യായീകരിച്ച ആളുകളാണ്. ഇതിനെപ്പോഴും പാർട്ടി തള്ളി പറഞ്ഞിട്ടില്ല ഔദ്യോഗികമായി. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി കേന്ദ്ര കമ്മിറ്റിക്ക് കൊടുത്ത റിപ്പോർട്ട് തിരുത്താൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയില്ല, അതൊക്കെ വാർത്തകളാണ്. അപ്പോ ഇതിൽ ഒരു ശ്രമം പാർട്ടി തിരുത്താൻ വേണ്ടി ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ? അതിനിടയ്ക്ക് ഒരു വാർത്തകൾ പ്രധാനമായിട്ട് വരുന്നത് മറ്റേ ഇവരെന്തായാലും നേതൃത്വം മാറുന്നില്ല എന്നുള്ള തീരുമാനമായതുകൂടി പാർട്ടിയിൽ ഒരു പുതിയ ചേരി ഉയർന്നു വരുന്നു എന്നുള്ളതും അവരിനി കാര്യങ്ങളിൽ എന്താണ് നേതൃനിരയെ തിരുത്താൻ വേണ്ടി തന്നെ മുന്നോട്ട് ഇറങ്ങുമെന്നുള്ളൂ. അതിന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി കൂടി ഒരു മൗന പിന്തുണ നൽകുന്നു എന്നുള്ളൊക്കെ ഒരു വാർത്തകൾ വരുന്നുണ്ട്. അത് നിഷേധിച്ചുകൊണ്ട് ഇവർ വന്നിട്ടുണ്ട് എങ്കിലും. അല്ല, അങ്ങനെയൊന്നും നടക്കില്ല. CPM-ന്റെ ഇന്നത്തെ ജനാധിപത്യ വിരുദ്ധ ഘടന മാറാതെ ഇത് നടക്കില്ല. നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തേണ്ട ഒരു പാർട്ടി ജനങ്ങളോട് സുതാര്യമായിരിക്കണം. തർക്കം ഉണ്ടാവും പാർട്ടിയിൽ, അതിലൊരു തർക്കമില്ല, ഒരു പ്രശ്നമില്ല. പാർട്ടിയിൽ വിമതത്വം ഇല്ല എന്നത് പാർട്ടിയുടെ ഗുണമല്ല, ദോഷമാണ്. കാരണം പാർട്ടിയിൽ അപ്പുറത്ത് ചോദിക്കാൻ ആളുണ്ട്. ഇപ്പോ ബാലഗോപാൽ അസംബ്ലി, ഇതിൽ പരം ഇനി അപമാനിക്കാനില്ല. എനിക്കൊന്ന് പറയുള്ളൂ, LOP ഒന്ന് പറയൂ ലീഡർ ഓഫ് ഓപ്പോസിഷൻ. പ്രതിപക്ഷ നേതാവ് മിണ്ടുന്നില്ല. പക്ഷേ മോഹൻലാൽ സിനിമയിൽ പറഞ്ഞ കുട്ടി മിണ്ടുന്നില്ല. ആറാം തമ്പുരാനിൽ മോഹൻലാൽ പറയുമല്ലോ, ഈ കുട്ടി മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ പോലെ കുട്ടി മിണ്ടുന്നില്ല, LOP മിണ്ടുന്നില്ല. അപ്പൊ LOP മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാ? LOPക്ക് അതിനുള്ള ശേഷിയില്ല. എഴുതി വായിക്കല്ലാതെ LOPയെ കൊണ്ടൊന്നും ആവില്ല. ഇത് ബാലഗോപാലിനറിയാം, പബ്ലിക് മുഴുവൻ കാണുകയാണ്. ഇത് അവസാനം സ്പീക്കർക്ക് പറയേണ്ടി വന്നു, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സ്പീക്കർക്ക് പോലും അങ്ങനെ പറയരുത് ബാലഗോപാൽ, പറയരുതായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ നേതൃത്വം ഇനെഫിഷ്യന്റ് ആണ് എന്ന് ജനങ്ങൾ വിധി എഴുതി, പാർട്ടിക്കാർ വിധി എഴുതി. എന്നിട്ടും തിരുത്തുന്നില്ലെങ്കിൽ തിരുത്തൽ. പക്ഷെ തിരുത്തൽ എവിടെ നിന്ന് വേണം എന്നുള്ളതാ പ്രശ്നം. തിരുത്തൽ ആദ്യം പറയേണ്ടത് എന്താ? പാർട്ടിക്ക് 1, 2, 3, 4, 5 ഈ കാര്യങ്ങളിൽ തെറ്റുപറ്റി. സ്വയം വിമർശനം അതാണ്. അത് സത്യസന്ധമായി പറയുക, സത്യസന്ധമായി ജനങ്ങളോട് പറഞ്ഞിട്ട് എന്നിട്ട് പറയുക, ഞങ്ങളിതാ ഇത് ആ തെറ്റ് ചെയ്ത ആളുകൾ ഇന്നതാണ്, അവരെ നമ്മൾ തൽക്കാലം ശിക്ഷിക്കുകയാണ്. എന്ത് ചെയ്യണം? ഇപ്പോഴും പത്മകുമാർ പാർട്ടിക്കകത്തല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സസ്പെൻഷനേ ഉള്ളൂ. പത്മകുമാറിനെ പോലെ ഗുരുതരമായി തെറ്റ് ചെയ്തു എന്ന് പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ അവരുടെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ പ്രശാന്ത് പോവോന്നറിയില്ല. അപ്പോ ഇത് പിന്നെ ആര് തിരുത്തും? എന്താണ് തിരുത്ത്? പിന്നെ മാത്രമല്ല, പാർട്ടി നേതൃത്വത്തിലാണ് മാത്രമല്ല, പാർട്ടിയുടെ നയങ്ങൾ തിരുത്തുവേണ്ടി. ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശനെ സപ്പോർട്ട് ചെയ്യണമെന്നല്ലേ പറയണേ പാർട്ടി? തെറ്റ് പറഞ്ഞിട്ടില്ലല്ലോ. പൂരം കലക്കി അജിത് കുമാറിനെ അനുകൂലിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോ എന്ത് തിരുത്തും? നയത്തിലാണ് തിരുത്ത്, സംഘടനയല്ല. നയത്തിൽ തിരുത്തുമ്പോൾ ആ നയം എടുത്ത ആളുകൾ മാറും. തെറ്റായ നയം എടുത്ത ആളുകൾ. ഇപ്പൊ തിരുവാതിര കളിച്ചപ്പോ നമ്മൾ കണ്ടതാണ്. കാരണഭൂതൻ തിരുവാതിര കളിച്ചപ്പോ MA ബേബി തുടക്കടിച്ച് കൈയടിച്ചില്ലേ? അന്ന് MA ബേബി അന്നും പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. MA ബേബി അന്ന് പറയേണ്ടതായിരുന്നു, നിർത്തടാ, ഈ പരിപാടി നിർത്തി വീട്ടിൽ പോ. ഇങ്ങനെ പാടില്ല പാർട്ടിയിൽ. ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഒരു പാർട്ടിയിൽ പറയാൻ പാടില്ല അങ്ങനെ. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല, അപ്പോ കാരണഭൂതൻ ആയി. നേരെ മറിച്ച് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? അപ്പൊ ഇതിലൊരു ജനാധിപത്യ ഘടന വരണം. പരസ്പരം ചോദ്യം ചെയ്യാനും ഒപ്പണായ അഭിപ്രായം പറയാനും കഴിയണം. അങ്ങനെ പറഞ്ഞാൽ അതാണ് ഇപ്പോൾ ഗോവിന്ദനും സുധാകരൻ പിന്നെ അങ്ങനെ മൈൻഡ് ചെയ്യില്ല. ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും വളരെ കൃത്യമായ മറുപടി പറഞ്ഞല്ലോ. ഞങ്ങൾ എന്ത് തിരുത്തണം എന്ന് പറയും, നിങ്ങൾ എന്ത് തിരുത്തി, രണ്ടും ഉണ്ടല്ലോ പരസ്പരം. അത് പറയാൻ ഇവരെ കൊണ്ട് പറ്റില്ല. ഇവരൊന്നും തിരുത്തിയിട്ടില്ല. ഇവര് തന്നെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവർ തിരുത്തിയിട്ടില്ല. PM ശ്രീ ആണെങ്കിലും വിഴിഞ്ഞമാണെങ്കിലും കേത്തൻ കേൽക്കർ ആണെങ്കിലും അടക്കമുള്ള ഒരു കാര്യത്തിലും, മദ്യനായ ആണെങ്കിലും ഏത് ഗവൺമെന്റിനെ വിമർശിക്കുന്നുവോ ഏതിന്റെ കൂടെയാണ് ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ നിൽക്കണേ, അവർക്ക് പറയാം ഞങ്ങളുടെ പാർട്ടിയുടെ നയം, ഞങ്ങളുടെ നയം ഇതല്ല എന്ന് പറയാം. എങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് നയം ശരിയാണ്, ഇത് അപ്പുറത്ത് നയം ശരിയല്ല, പിന്നെ എങ്ങനെ പറയും? പിന്നെ എങ്ങനെ അങ്ങോട്ട് പോവുക? അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല പാർട്ടി തിരുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ